ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നബിദ് ആൽക്കമിസ്റ്റൻ ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ആയിക്കട്ടെ. ഒരു കിടുക്കാച്ചി കോഴിക്കറി റെസിപ്പി ആട്ടെ. അതായത് ചട്ടിക്കോഴിക്കറി എന്ന് പറയും, വെറൈറ്റി സാധനം ആട്ടെ. രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലോസ്കി ഐറ്റം കേട്ടോ. അപ്പോൾ ഒന്നും നോക്കണേ എൻ്റെ ചങ്ങാതിമാരെ, നല്ല ഇതുപോലെ നല്ല കിടുക്ക ഒരു 2-3 ചിക്കൻ മേടിച്ച് ചെറുതായി അരിയുക. എന്നിട്ട് ഇവനെ ഇത് നല്ലവണ്ണം 5-6 വർഷം കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റുകൾ ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല. കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കിഡിലോസ്കി ചിക്കൻ കറി രാവിലെ ഓഫീസിൽ പോകാൻ തിളക്കം പിടിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കാൻ പറ്റുന്ന കിടുക്കായിട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം കലാപരിപാടി തീ പിടിപ്പിക്കുക, സ്റ്റൈലായിട്ട് തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ചട്ടി എടുത്ത് ചൂടാക്കാൻ വെച്ചാൽ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുരുമുളക്, ഏലക്ക, അതുപോലെ ഗ്രാമ്പു, ഈ വക സാധനം ഒന്ന് പെരിഞ്ചീരവും ഇത്ര സാധനം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞോ ചെറുതായി അരിഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഈ സാധനം എടുത്ത് നിങ്ങൾ ലൈറ്റായിട്ട് അങ്ങ് മൂപ്പിക്കുക. അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞോ നീളത്തിലരിഞ്ഞോ ഏതായാലും ഒരു കുഴപ്പമില്ല, മറിച്ച ശേഷം അവനെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. അവന് ഏകദേശം ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുള്ളി 2ആയിട്ട് 3ആയിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിടുക. സവാള നീളത്തിലരിഞ്ഞും കൂടെ ഒരു മറിക്കുക, രണ്ടും കൂടെ മിക്സായിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി ചെറുള്ളി തന്നെയാണെങ്കിലും സൂപ്പറാണ്, സവാള മാത്രമായിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. സവാള ആകുമ്പോൾ ഇച്ചിരി മധുരം കൂടും, ചെറുള്ളിയും കൂടി ആകുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമാകും കേട്ടോ. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തത് ഇതുപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കുക. അവനെ ഏകദേശം നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ലെവലായി കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും കൂടെ ഇട്ടത് ഇതുപോലെ നല്ല സെറ്റാക്കുക. അവൻ ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് തക്കാളി, നല്ല പഴുത്ത തക്കാളി നോട്ടി ഇതുപോലെ നീളത്തിലരിഞ്ഞ് അവനെയും കൂടെ എടുത്ത് മറിക്കുക. ഒരു 3 തക്കാളി അല്ലെങ്കിൽ 2 തക്കാളി മതിയാകും കേട്ടോ. ഇവനെയും കൂടെ എടുത്തിട്ട് മറിച്ച ശേഷം അവനെയും ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടെ വാടി കുഴഞ്ഞ് ഈ ഒരു പരുവത്തിലായി കിട്ടുന്നത് കാണാൻ പറ്റും ആണോ. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് പച്ചമുളക് 2ആയി കീറിയോ 3ആയി കീറി എടുത്തിടുക. എന്നിട്ട് കറിവേപ്പില ഇതുപോലെ സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് ഇതിൻ്റെ അകത്തിട്ട് അങ്ങ് വാട്ടിയെടുക്കുക. അപ്പോൾ പച്ചമുളക് ഒന്ന് വാടി കിട്ടും, കറിവേപ്പിലയും ഒന്ന് വാടി കിട്ടും, എല്ലാം കൂടെ ഒന്ന് വാടി ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയും മസാല ഇടിയില്ല. ആദ്യം തന്നെ ലേശം മല്ലിപ്പൊടി, ലേശം ചില്ലി പൗഡർ, ലേശം കാശ്മീരി ചില്ലി പൗഡർ, ലേശം മഞ്ഞൾപ്പൊടി, അധികമൊന്നും ഇടില്ല കേട്ടോ. ലേശം മസാല സൈഡിന് ഇടുകയുള്ളൂ കേട്ടോ. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു പരുവായി പോകും. അതുകൊണ്ടാണ് ലേശം എല്ലാം പറയുന്നത്. ലേശം വെച്ചിട്ടുക. എന്നിട്ട് ആ പച്ചപ്പ് മാറുന്ന വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് മൂപ്പിച്ച് ഏകദേശം പരുവായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊരു മറിച്ച ശേഷം ആ മസാലയൊക്കെ ഇതുപോലെ ഇങ്ങനെ ദൈവത്തിന് ചുറ്റും അങ്ങ് പിടിപ്പിക്കുക. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് വേണം ഈ പരിപാടി കാണിക്കാൻ കേട്ടോ. തീയൊന്ന് കുറച്ച് വെച്ച് ഇതുപോലെ ഒന്ന് പിടിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല സ്റ്റൈലൻ നിറവറ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതെടുത്തൊരു മറിക്കുക. നല്ല ടേസ്റ്റ് നിറവറ ചിക്കൻ മസാല ആകുമ്പോഴേക്കും അതും കൂടെ എടുത്തിട്ട് മറിച്ച ശേഷം ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇവനെ ഏകദേശം നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ടോ. സംഭവം സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ നെറ്റായിട്ട് നിൽക്കുന്ന സമയത്തേക്ക് തേങ്ങാപ്പാൽ 2ആം പാലോ അല്ല 3ആം പാലോ എടുത്തത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് കലക്കിയെടുക്കുക. ഇവനെങ്ങ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം ഇവനൊരു പാകത്തിനാക്കിയ ശേഷം ഇവനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. ചിക്കനാകുമ്പോൾ പെട്ടെന്ന് വേവും കേട്ടോ. കാരണം പെട്ടെന്ന് വെന്ത് കഴിയുമ്പോഴേക്ക് ഇത് ഏകദേശം വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴേക്ക് നല്ല കുറുകിയ ഫസ്റ്റ് പാലും കൂടെ ഇതിന് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക, ലേശം ഗീ ഒഴിച്ച് കൊടുക്കുക. ലേശം ഗീ ഒന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി ഒരു പാകത്തിനും പരുവത്തിനൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ചെറുള്ളി ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുന്നിടത്ത് ഇതിലിട്ടങ്ങ് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക കേട്ടോ. ഇവനങ്ങ് മൂത്ത് വരുമ്പോഴേക്ക് വത്തലമുല 2ആയി കീറിയോ 3ആയി കീറിയതായാലും ഒരു കുഴപ്പമില്ല, കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക. അത് ഏകദേശം ഒന്ന് വാടിയിട്ട് നല്ല സ്മെല്ലൊക്കെ ആയി വരും കേട്ടോ. സ്മെല്ലായി വരുമ്പോൾ ലേശം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ചട്ടിക്കോഴിക്കറിയുടെ മുകളിലേക്ക് ഈ സാധനം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കണ്ടോ. അപ്പോൾ തന്നെ ഒരു സ്മെല്ല്, ഒരു ചൂന്നൊരൊച്ചയും ഒരു സ്മെല്ലും കൂടെ വരും. എൻ്റെ ചങ്ങാതി സംഭവം പൊളി സാധനം കേട്ടോ. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ നല്ല ചൂടപ്പം ഉണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു 2 ചിക്കൻ്റെ പീസും ആ അരപ്പും കൂടെ അങ്ങ് മുകളിലേക്ക് വെച്ചിട്ടൊരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതുപോലെ തന്നെ എല്ലാവരോടും പറയാനുള്ളത് നമുക്കൊരു കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട്. വേണ്ടവർ പഴയ വീഡിയോയിലോ നമ്മുടെ ചാനലിലോ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. കിടന്ന് കിടുക്കാച്ചി ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, ഉണക്കമീൻ സ്രാവ് അങ്ങനെയുള്ളതൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി തകർത്ത് പൊളിച്ചെടുക്കുക. ഇന്ന് ഇതും ഉണ്ടാക്കി പൊളിച്ചെടുക്കുക ചങ്ങാതി.